ഓം ശാന്തി. ധനം ആകർഷിക്കാൻ വേണ്ടിയുള്ള യാത്രയെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ഇടുന്ന സമയത്ത് കുറേ ആളുകളുടെ വിഷമം നിറഞ്ഞതായിരിക്കുന്ന മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചുകൊണ്ട് സിസ്റ്റർ പറയുന്ന പോലുള്ളതായിട്ടുള്ള മെൻ്റൽ മൂവി കാണണമെന്നും ആ രീതിയിൽ എന്നെ മാനേജ് ചെയ്യണം, എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കഠിനമായ വേദന അനുഭവിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഊർജ്ജം നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെട്ട് ഏറ്റവും ബോട്ടം ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് താഴത്തേക്ക് പോകുന്ന അവസ്ഥയാവുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസ് എനിക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് എനിക്ക് എന്നെ ഉദ്ധരിച്ചുകൊണ്ട് മണി അട്രാക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുക, അഥവാ എൻ്റെ ഡ്രീംസിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും എനിക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ കുട്ടികളായി ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഇതിനെ 3x3 ടെക്നിക്ക് എന്നാണ് പറയുന്നത്. കുറച്ച് സമയമെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഒരസുഖം വന്നാൽ മാറണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പോയി കാണിക്കാം, ചോദിക്കാം, ഡോക്ടർ അഡ്വൈസ് തരും, മരുന്ന് നമുക്ക് കുറിച്ചു തരും. ആ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് ഒരു ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ 3 ദിവസം, 5 ദിവസം, 7 ദിവസം എന്നൊക്കെ അവരൊരു സമയം നമ്മുടെ അടുത്ത് പറയും. ആ സമയത്ത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും അരുതാത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ശാരീരികമായിരിക്കുന്ന ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിക്കൊണ്ട് കൃത്യമായ ഒരു സമയം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ആ കാര്യം വരുമ്പോൾ എനിക്ക് സമയമില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ സമയമില്ലായ്മ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും ചോദിച്ചാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സമയമില്ല എന്ന് എൻ്റെ അടുത്ത് പറയരുത്. കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിക്കൊണ്ട്, ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് എല്ലാവരും തയ്യാറാവണം. ഇത് ഇത്ര മിനിറ്റ് എന്നെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഓരോരുത്തരും അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മേലെ നമ്മൾ ചെയ്യുന്നതായിട്ടൊരു പ്രവർത്തനം, അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട്, നമ്മളെ നമുക്കറിയാൻ വേണ്ടിക്കൊണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്യുവർ ആൻഡ് പവർഫുൾ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടൊക്കെയുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു നോട്ട് ബുക്കും പെന്നും തന്നെ ഇതിന് വേണ്ടി എടുത്തോളൂ, ഒരു പേപ്പർ മാത്രം എടുക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 3 ദിവസം റെഗുലറായിട്ട് എഴുതേണ്ടതാണ്. എത്ര കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു അത്ര കൂടുതൽ ഈ റിസൾട്ടിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഒരു നോട്ട് ബുക്കും പെന്നും തന്നെ ഇതെടുത്തോളൂ. അധികം എഴുതാത്ത ഒരു ബുക്കാണെങ്കിൽ കുറേ കൂടെ നല്ലത്. അത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ 5-5 മെത്തേഡ് ആണെങ്കിലും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണെങ്കിലും പോസിറ്റീവ് അഫർമേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം എഴുതാൻ വേണ്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് ഭംഗിയുള്ള ഒരു നല്ല ഡയറി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ അങ്ങനെ ഒരു ഡയറി നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലതാണ്. ബാക്കി ഈശ്വരന് കത്തെഴുതുന്ന ബുക്ക് വേറെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫർമേഷൻസ് ഒക്കെ എഴുതുന്നതായിട്ടുള്ള എൻ്റെ ഡയറി വേറെയാണ്, ഞാൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നോട്ട്സൊക്കെ എഴുതുന്നതായിട്ടുള്ള ഡയറി വേറെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ മുറികളെന്ന് പറയും പോലെ നമുക്ക് ആവശ്യമുള്ള എനർജികളെല്ലാം ഒന്നിപ്പിച്ച്, എഴുതുന്നത് എന്തായാലും എനർജിയാണല്ലോ, അപ്പോൾ അതെല്ലാം ഒന്നിപ്പിക്കാതെ അതിന് വേണ്ടിക്കൊണ്ട് വേറൊരു ഡയറി എടുത്തുകൊണ്ട് ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡിന് വേണ്ടി എഴുതുമ്പോഴും ആ ഡയറിയിൽ എഴുതുകയാണെങ്കിൽ അത് കുറേയും കൂടെ നമുക്ക് നല്ല ഒരു റിസൾട്ട് തരാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇങ്ങനെ റിസൾട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെയുള്ള ജേണലെല്ലാം ചേർക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു നല്ല ഒരു ഡയറി, ഒരു നല്ല നീണ്ട നോട്ട് ബുക്കൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു നോട്ട് ബുക്ക് തന്നെ എടുത്തോളൂ. അതിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് എൻ്റെ ആഗ്രഹങ്ങൾ ലിസ്റ്റാണ്. എന്തൊക്കെ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ, ഈവൻ നിങ്ങൾക്കൊരു നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കാറിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു സ്ഥലം കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഇന്ന സാധനങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പ് ഈ എല്ലാ രീതിയിൽ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ അതെല്ലാം തന്നെ ഓർത്തെടുത്തുകൊണ്ട് എത്ര വേണോ അത്ര നിങ്ങൾ എഴുതി
എഴുതിക്കോളൂ, എത്ര ലോങ് ലിസ്റ്റ് വേണോ അത്ര ലോങ് ലിസ്റ്റ് എഴുതിക്കോളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാലിയാവണം. ഇനി ഒന്നും എനിക്ക് നേടാനില്ല എന്ന് തോന്നണം. അത്ര ലെവലിൽ വിശദമായി കൊണ്ട് എഴുതുക. ഇത് ഫസ്റ്റ് ലിസ്റ്റ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിക്കൊണ്ടാണ്. എനിക്കത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോൾ അത്, അങ്ങനെയല്ലാതെ മനസ്സിനൊരു സംതൃപ്തി വരത്തക്ക രീതിയിൽ എല്ലാം പേപ്പറിലേക്ക് നമ്മൾ പകർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് പറയാൻ ഒരു കാര്യവുമില്ല ഈശ്വരൻ്റെ അടുത്ത്. അതേപോലെ എല്ലാ കാര്യങ്ങളെയും 1 2 3 എന്ന് ലിസ്റ്റ് അങ്ങോട്ട് എഴുതിക്കോളൂ. 100 150 എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ബട്ട് ടേക്ക് ടൈം, സമയമെടുത്ത് ഭംഗിയായിട്ട് തന്നെ എഴുതിക്കോളൂ. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ലിസ്റ്റ് എഴുതേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് എഴുതണം. അങ്ങനെ പറയുമ്പോൾ ചിലർ പറയും എനിക്കിപ്പോൾ എന്താ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ, എനിക്ക് അവിടെ കടാണ്, ഇവിടെ കടാണ്, ഈ രോഗമാണ്, ആ രോഗമാണ്, എൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ തകർന്നതാണ്. ഓക്കെ, അതൊന്നും നിങ്ങൾ കാണണ്ട. ഒരു കാര്യം ഉറപ്പാണല്ലോ, 10 ഇന്ദ്രിയങ്ങളുടേതായിരിക്കുന്ന ഇങ്ങനെ ഒരു ശരീരം ഭഗവാൻ തന്നിരിക്കുന്നു, നല്ല കാഴ്ചയുള്ള കണ്ണ് തന്നിരിക്കുന്നു, കേൾക്കാൻ നല്ല ചെവി തന്നിരിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. കഴിക്കുന്ന ഫുഡ് ഡൈജഷൻ ആവാനുള്ളതായിട്ടുള്ള ഇത്രയും സിസ്റ്റം, ശ്വസിക്കാനുള്ള സിസ്റ്റം എല്ലാം ഉള്ള പെർഫെക്റ്റായ ഒരു ശരീരം തന്നിരിക്കുന്നു. താങ്ക് യു. ശ്വസിക്കാൻ വേണ്ടി വായു തന്നിരിക്കുന്നു. താങ്ക് യു. കുടിക്കാനുള്ളതായിട്ടുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരി കുടിക്കാനോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് നല്ല വെള്ളം കുടിക്കാനായിട്ട് ഒരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ആവശ്യത്തിന് കുടിക്കാനുള്ളതായിട്ടുള്ള വെള്ളം തന്നിരിക്കുന്നു. താങ്ക് യു. എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ സ്നേഹമുള്ള അമ്മ, സ്നേഹമുള്ള അച്ഛൻ, നിങ്ങളുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, മക്കൾ, നിങ്ങളുടെ നല്ല ബുദ്ധി, ഇതൊക്കെ ഭഗവാന്റെ ദാനല്ലേ. ഞാൻ വിചാരിക്കുന്നത് ഒരു 108 എണ്ണമെങ്കിലും, മിനിമം 108 എണ്ണമെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും തന്നെ എഴുതിക്കോളും. നമ്മുടെ ഇത്രയും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടറി ഭഗവാൻ നമുക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ. നമ്മുടെ ക്ലീനിങ് സിസ്റ്റം നോക്കി നോക്കൂ, ശ്വസനേന്ദ്രിയ വ്യൂഹം നോക്കി നോക്കൂ, ദഹനേന്ദ്രിയ വ്യൂഹം നോക്കി നോക്കൂ, അതുപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റം നോക്കി നോക്കൂ. എല്ലാം തന്നെ നമ്മുടെ ഈ ശരീരം തന്നെ എത്ര വലിയ ഗിഫ്റ്റാണ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ലിസ്റ്റ് ചെയ്യുക. 108 കാര്യങ്ങൾ ഓരോന്ന് ലിസ്റ്റ് ചെയ്യുമ്പോഴും അതിനൊപ്പം ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, അതിൻ്റെ കൂടെ ചേർക്കണം. താങ്ക് യു, ഈ ഒരു കാര്യം എനിക്ക് തന്നു, താങ്ക് യു. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക, താങ്ക് യു. ആ രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്യുക, താങ്ക് യു. ഇങ്ങനെ ഒരു 108 താങ്ക് യു മിനിമം നിങ്ങളുടെ ആ ഒരു ജേണലിൽ അഥവാ നിങ്ങളുടെ ആ ബുക്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കണം. 108 കാര്യങ്ങൾ കണ്ടെത്തണം. മനസ്സ് അതിൽ തന്നെ മനനം ചെയ്യട്ടെ. എനിക്ക് ഇന്നതും കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് കഴിക്കാനായിട്ടുള്ള അന്നം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടല്ലോ, സ്വസ്ഥമായ പാത്രങ്ങൾ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ആഹാരം പാചകം ചെയ്യാനുള്ള പാത്രങ്ങളുണ്ടല്ലോ, ഗ്യാസ് ഉണ്ടല്ലോ, അതർവൈസ് എനിക്ക് വിറകുണ്ടല്ലോ. ഈ രീതിയിൽ കൊച്ചു കാര്യങ്ങൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ 108 ഒന്നും അല്ല കേട്ടോ, അതിനേക്കാൾ എത്രയോ കൂടുതൽ കിട്ടും. പക്ഷേ മിനിമം 108എങ്കിലും കണ്ടെത്തണം. ആ ഓരോ കാര്യത്തിൻ്റെ കൂടെ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾ എഴുതി നോക്ക്. ഈ കാര്യങ്ങളുടെ അവസാനം ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, ഞാൻ എഴുതി നോക്കിയപ്പോൾ അതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഭഗവാനോടുള്ള നന്ദി കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കണ്ണ് നിറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കട്ടൻ ഇട്ട പോലെ എഴുതുന്ന ലെറ്റർ ക്ലിയർ അല്ലാണ്ടായി പോകാമെന്നൊക്കെ, അതുപോലൊരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിപ്പോയി. അത് കഴിഞ്ഞ ശേഷം അടുത്ത ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഞാൻ വാങ്ങിയത് എന്തൊക്കെയാണ്, പൈസ കൊടുത്ത് സ്വന്തമാക്കിയത് എന്തൊക്കെയാണ്. ഒരു സാരി ആവാം, അതല്ലാത്തിനെങ്കിൽ നിങ്ങളുടെ മുടി ചെയ്യാനുള്ളതായിട്ട് ഒരു ചീർപ്പായിരിക്കാം, നിങ്ങൾക്കൊരു പ്രാവശ്യം കഴിക്കാനുള്ളതായിട്ടുള്ള ചായയായിരിക്കാം, അല്ലെങ്കിൽ ചായ പൊടിയായിരിക്കാം, പഞ്ചസാരയായിരിക്കാം, അരിയായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അതും നിങ്ങൾ 1 to 1 ലിസ്റ്റ് എഴുതി നോക്ക്. അതെന്തിനാ അങ്ങനൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്? ഈ ലിസ്റ്റിൻ്റെ എൻഡിലുണ്ടായ ഫീലിംഗ് എന്താണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾ സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ എന്തും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കും എന്നതായിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് അങ്ങ് ഡെവലപ്പായി. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, 3 ലിസ്റ്റ്. ഒന്നാമത്തെ ലിസ്റ്റ് നിങ്ങൾക്ക് എന്തെല്ലാം വേണം എന്നതായിരിക്കുന്ന ലിസ്റ്റ്, മനസ്സ് കാലിയാക്കാൻ വേണ്ടിക്കൊണ്ട്. രണ്ടാമത്തെ ലിസ്റ്റ് തന്നതിനുള്ളതായിരിക്കുന്ന നന്ദി കൊണ്ട്, ഹൃദയം ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞ ഫീലിംഗ്. ഇമോഷൻസിലെ പോസിറ്റീവ് ഇമോഷൻസ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ധനത്തെ ആകർഷിക്കുള്ളൂ. ധനം എന്ന് പറയുന്നത് ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ ആവാഹിക്കാൻ വേണ്ടിക്കൊണ്ട് തന്നതോർത്തോർത്തോർത്തോർത്ത് മനസ്സിനുള്ളിൽ ആനന്ദം ഇങ്ങനെ അലതെല്ലാം തുടങ്ങുമ്പോൾ ഹാപ്പിനെസ് അട്രാക്ട് ഹാപ്പിനെസ്, അത് ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. രണ്ടാമത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എനിക്കാവില്ലാത്തൊരു തോന്നലുണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട്
ഇത്രയും ചെയ്ത് എനിക്ക് ഇനിയും സാധിക്കും എന്നതായിട്ടൊരു വിചാരം മനസ്സിൽ വരാൻ തുടങ്ങും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങും. ഈ 3 കാര്യങ്ങളും എഴുതിയിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം 3 കാര്യങ്ങളെ 2-3 പ്രാവശ്യം വായിക്കുക. രണ്ടാമത് എഴുതിയ കാര്യമുണ്ടല്ലോ, തന്നത്, അത് വായിക്കുമ്പോൾ അളവറ്റതായിരിക്കുന്ന ആനന്ദം, വാങ്ങിയത് വായിക്കുമ്പോൾ ഉള്ളിനുള്ളിൽ നിന്ന് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുള്ള കോൺഫിഡൻസ്, ഇങ്ങനെ എല്ലാം അനുഭവിച്ച ശേഷം അതൊക്കെ അവിടെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം എന്തായാലും ഇനി എൻ്റെ എല്ലാ ഡ്രീമും എനിക്ക് ഇത്രയും തന്ന ഭഗവാനെ നീ എനിക്ക് ഇനിയും ബാക്കിയുള്ളത് തരുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് ഈശ്വരനോട് സംസാരിച്ചുകൊണ്ട് ആ ഡയറിയും പെന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് സമയം മനസ്സിന് എല്ലാത്തിൽ നിന്നും ബ്ലാങ്ക് ആക്കുക. പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. ഞാനൊരു ലൈറ്റ്, ഈശ്വരൻ ലൈറ്റ്, ആ ലൈറ്റ് മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നു. എന്നിട്ട് അതിന് പ്രകാശം അങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് എന്താണോ എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം അത് നേടിയെടുത്തതാവാനുള്ള ശക്തി എന്നിൽ നിറയ്ക്കുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ എനർജി റിസീവ് ചെയ്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങാം. ഉറങ്ങുന്നേക്കാൾ മുന്നാണിത് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഉണർന്ന ഉടനെ വീണ്ടും ഒരിക്കൽ കൂടി ആ ലൈറ്റ് കാണുക, ഭഗവാന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കട്ടെ, തഥാസ്തു എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് കാണുക, വരദാനം ബ്ലെസ്സിങ്സ് നേടുക. ഒരു ദിവസം ആരംഭിക്കുക. 3 ദിവസം ചെയ്തു നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായിട്ട് മാറുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ദിവസവും ചെയ്യാം. സപ്പോസ് എൻ്റെ കോൺഫിഡൻസ് ലെവൽ പൂർണ്ണമായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ മിനിമം 3 ദിവസം ചെയ്തു നോക്കൂ. 3 ദിവസം കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. പലതും ലൈഫിലേക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് വരാൻ തുടങ്ങും. ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അഗെയിൻ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടിരിക്കൂ. എങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ആകർഷിച്ച് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.